നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വി കുഞ്ഞികൃഷ്ണന്റേത് പ്രാദേശിക വിഷയം മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അതൊരു പ്രാദേശിക വിഷയമാണ്, അവിടെ പരിഹരിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സീമയുടെ മരണത്തിന് പിന്നാലെ ആൺ സുഹൃത്ത് വിജയനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്കിൽ വലഞ്ഞ് ജനം. സമരം നടത്തിയത് തോട്ടട നടാൽ OK UP സ്കൂൾ മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അടിപ്പാത ആവശ്യവുമായി. തലശ്ശേരിയെ ലഹരിക്കെണിയിലാഴ്ത്താനുള്ള നീക്കം പൊളിച്ച് എക്സൈസ് സംഘം. ഹാഷിഷ് ഓയിൽ, മെത്താഫിറ്റമിൻ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി യുവാവിനെ പിടികൂടി. വാർത്തകൾ വിശദമായി. വി കുഞ്ഞികൃഷ്ണന്റേത് പ്രാദേശിക വിഷയം മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഓരോ ദിവസവും കുഞ്ഞികൃഷ്ണന് മറുപടി നൽകാൻ കഴിയില്ല. അതൊരു പ്രാദേശിക വിഷയമാണ്, അവിടെ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ കുഞ്ഞികൃഷ്ണ എന്ന് ജപിച്ചോളൂ, തങ്ങൾക്ക് ഒരു ഉത്കണ്ഠയുമില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി പിണറായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഖാവ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അങ്ങനെ എന്തർത്ഥത്തിലാണ് അദ്ദേഹം പ്രയോഗിച്ചതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സഖാവ് എന്ന് പറഞ്ഞാൽ ഇത്തിരി അർത്ഥമുള്ളൂ. സഖാവ് സഹപ്രവർത്തകൻ എന്നാണ് കൃത്യമായ അതിൻ്റെ സാധാരണ രീതിയിലുള്ള അർത്ഥം. അതൊക്കെ ഞങ്ങൾ എടുക്കും, മഹത്വത്തിലേക്ക് എടുക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമല്ലേ. അദ്ദേഹം സഖാവ് എന്നുള്ളതുകൊണ്ട് എന്താ അർത്ഥമാക്കിയിട്ടുള്ളത് നമുക്ക് വ്യക്തതയില്ലല്ലോ. അതിപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ വ്യക്തമാവും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ, കേരളത്തിൽ. വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് വർഗീയതക്കെതിരായിട്ട് പൊരുതാൻ സാധിക്കില്ല. വർഗീയത എന്ന് പറയുന്നത് രാജ്യാധികാരത്തിലേക്ക് കടക്കാൻ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്ന പ്രക്രിയയിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നത്. ആ വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ എതിർക്കാൻ വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം വിശ്വാസികളാണ്. ആ വിശ്വാസികളെ കൂടി ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. കണ്ണപുരം സ്വദേശിനി KV സീമയെ ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പ്രാഥമിക വിവരം. സീമയുടെ മരണത്തിന് പിന്നാലെ ആൺ സുഹൃത്ത് വിജയനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പറശ്ശിനിക്കടവ് ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്തിനെ മാട്ടൂരിൽ ജസീന്തയ്ക്ക് സമീപം തെങ്ങിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണപുരം അയ്യോത്ത് സ്വദേശി കടേൽപ്പറമ്പിൽ വീട്ടിൽ KP വിജയനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട സീമയുടെ കൂടെയുണ്ടായിരുന്ന അയൽക്കാരനാണ് വിജയൻ. ഫെബ്രുവരി 4 ഉച്ചയ്ക്ക് 12:50 ഇരുവരും പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ മുറിയെടുത്തത്. വൈകിട്ട് 6 വിജയൻ മുറി പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ഇയാൾ തിരിച്ചുവരാത്തതിനെ തുടർന്നാണ് ലോഡ്ജ് അധികൃതർ പോലീസിൽ വിളിച്ചത്. മുട്ടിൽ സ്വദേശിനിയായ സീമയുടെ ഭർത്താവ് സുരേഷ് 2 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു. ആദിത്, ശ്രീലക്ഷ്മി എന്നിവർ മക്കളാണ്. മത്സ്യത്തൊഴിലാളിയാണ് തൂങ്ങി മരിച്ച വിജയൻ. പയ്യാമ്പലം ബീച്ചിൽ ചാലാട് സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പ്രതിക്ക് ജീവപര്യന്തം തടവും 40,000 രൂപ പിഴയും 2ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ടിറ്റി ജോർജാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക കൊല്ലപ്പെട്ട ആളുടെ അമ്മയ്ക്കും സഹോദരനും കൂടി കൊടുക്കുവാനും വിധിയായി. പിഴത്തുക കൊല്ലപ്പെട്ട ആളുടെ അമ്മയ്ക്കും സഹോദരനും കൂടി നൽകണം. 2018 ഡിസംബർ 12 രാത്രി 10:30 സംഭവം. പള്ളിയാമൂലയിൽ ആൾപ്പാർപ്പില്ലാത്ത കാട് പിടിച്ചു കിടക്കുന്ന ഭാഗത്താണ് ചാലാട് മുള്ളക്കണ്ടി എരത്താൻകണ്ടി വീട്ടിൽ ഭരതന്റെ മകൻ PM ഷൈച്ചു ആക്രമിക്കപ്പെട്ടത്. സ്ഥലത്ത് അബോധാവസ്ഥയിൽ ഒരാളെ കാണപ്പെട്ടു എന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കൺട്രോൾ റൂം SI PK ദിനേശ് കുമാറും സംഘവുമെത്തിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്ന് ചികിത്സയിലിരിക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചെന്നാണ് കേസ്. ജിത്തു എന്നയാളുടെ പയ്യാമ്പലത്തെ സ്ഥലം കാവൽക്കാരനായ എറണാകുളം വൈപ്പിൻ സ്വദേശി വിനായകന്റെ മകൻ MV ശ്രീഗുരുവാണ് കേസിലെ പ്രതി. പയ്യാമ്പലത്തെ ഷെഡിൽ തന്നെയാണ് പ്രതിയുടെ താമസം. കൊല്ലപ്പെട്ട ഷൈജുവിൻ്റെയും സുഹൃത്തുക്കളുടെയും കൂടെ മദ്യപിച്ച ശേഷമാണ് കൊലപാതകം നടത്തിയത്. പ്രതി പ്രകൃതിവിരുദ്ധ വീഴ്ചയ്ക്ക് ശ്രമിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. ഷെഡിൽ സൂക്ഷിച്ചിരുന്ന മരവടിയെടുത്ത് ചാലാട് പടന്നപ്പാലം ബീച്ച് റോഡിൽ വെച്ച് തലയ്ക്കും ഇടത് കൈക്കും കഴുത്തിനും അടിച്ചതിനാൽ നിലത്ത് വീണ ഷൈജുവിനെ പ്രതി വലിച്ചിഴച്ചു കൊണ്ടുപോയി ആൾപ്പാർപ്പില്ലാത്ത വളപ്പിൽ ഉപേക്ഷിച്ചുവെന്നാണ് കേസ്. SI ദിനേശ് കുമാറിന്റെ പരാതി പ്രകാരമാണ്
പ്രിൻസിപ്പൽ എസ് ഐ ശ്രീജിത്ത് കൊതേരി പ്രഥമ വിവരം രേഖപ്പെടുത്തിയത്. പോലീസ് ഓഫീസർമാരായ ടി കെ രത്നകുമാർ അന്വേഷണം നടത്തിയ കേസിൽ ACP പ്രദീപൻ കണ്ണിപ്പൊയിലാണ് കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് കുമാർ, ശ്രീജിത്ത് കൊതേരി, ഷാലി റൊസാരിയോ, രാജേഷ് പി അരുൺ, ഡോക്ടർ ബിന്ദു, ഡോക്ടർ BP ബിലാൽ, ഡോക്ടർ KB രഖീൻ തുടങ്ങിയവരാണ് പ്രോസിക്യൂഷൻ സാക്ഷികൾ. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് VS ജയശ്രീ ഹാജരായി. തോട്ടട നടാൽ OKUP സ്കൂൾ മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അടിപ്പാത ആവശ്യത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളെ തുടർന്ന് ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും നടത്തിവന്ന ബസ് പണിമുടക്കിൽ യാത്രക്കാർ വലഞ്ഞു. കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ വളരെ ചുരുക്കം സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും മാത്രമേ സർവീസ് നടത്തിയുള്ളൂ. ജില്ലയിലെ വിവിധ മേഖലകളിൽ വളരെ ചുരുക്കം സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും മാത്രമേ സർവീസ് നടത്തിയുള്ളൂ. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പലയിടങ്ങളും നിശ്ചലമായി. കണ്ണൂരും തലശ്ശേരിയിലും ജനത്തിരക്കും വളരെ കുറവായിരുന്നു. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ പാടുപെടേണ്ടി വന്നു. OKUP സ്കൂൾ അടിപ്പാത ആവശ്യവുമായി ബന്ധപ്പെട്ട് പലതവണ അപേക്ഷകളും സമരങ്ങളും നടന്നിട്ടും വിഷയത്തിൽ പ്രവർത്തനക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപമാണ് പ്രതിഷേധത്തിന് കാരണമായത്. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജനജീവിതം തടസ്സപ്പെടുന്ന ഈ സാഹചര്യം ഉടൻ പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജനജീവിതം സ്തംഭനാവസ്ഥയിലാകുകയും സമയബന്ധിതമായ തീരുമാനങ്ങളില്ലെന്ന വ്യക്തമായ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ, ബസ് ഉടമ, തൊഴിലാളി സംഘടനകൾ എന്നിവരെ പങ്കെടുപ്പിച്ച് അടിയന്തരമായി ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നത്തിന് പരിഹാരമാർഗം കണ്ടെത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണിമുടക്ക് അടിയന്തരമായി അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കലക്ടർ പറഞ്ഞു. തലശ്ശേരി ലഹരിക്കണിയിലാഴ്ത്താനുള്ള നീക്കം പൊളിച്ച് എക്സൈസ് സംഘം. ഇല്ലത്ത് താഴിയിൽ വീട്ടിൽ നിന്നും ഹാഷിഷ് ഓയിൽ, മെത്താഫിറ്റമിൻ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി യുവാവിനെ പിടികൂടി. വിപണിയിൽ 70,000-ഓളം രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. ഇടപാടുകാരിലേക്കും അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് എക്സൈസ്. തലശ്ശേരി മേഖലയിൽ പിടിമുറുക്കാനുള്ള ലഹരി മാഫിയയുടെ നീക്കം പൊളിച്ച് എക്സൈസ്. വീട് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന തലശ്ശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K. സുബിൻരാജിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി തിരുവങ്ങാട് വയലളത്തെ പവിത്രം വീട്ടിൽ MN റിനിലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ലഹരി വസ്തുക്കൾ പിടികൂടിയത്. 135 ഗ്രാം കഞ്ചാവ്, 23 ഗ്രാം ഹാഷിഷ് ഓയിൽ, 9 ഗ്രാം മെത്താഫിറ്റമിൻ എന്നിവയും ലഹരി വസ്തുക്കൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിത്തീൻ കവറുകൾ, രാസലഹരി വസ്തുക്കൾ തൂക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസ്, രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള ഫ്യൂമിംഗ് പൈപ്പുകൾ എന്നിവയും പിടിച്ചെടുത്തു. യുവാക്കളടക്കമുള്ളവർക്കാണ് വൻ വില ഈടാക്കി ലഹരി വസ്തുക്കൾ കൈമാറുന്നത്. ദിവസങ്ങളോളം വീടും പരിസരവും നിരീക്ഷിച്ച ശേഷമാണ് എക്സൈസ് സംഘം വീട്ടിലെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷിബു KC, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MK പ്രസന്ന, സിവിൽ എക്സൈസ് ഓഫീസർ P. പ്രിയേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വിപണിയിൽ 30,000 രൂപ വില വരുന്ന മെത്താഫിറ്റമിൻ, 25,000 രൂപ വില വരുന്ന ഹാഷിഷ് ഓയിൽ, 15,000 രൂപ വില വരുന്ന കഞ്ചാവ് എന്നിവയാണ് പിടിച്ചെടുത്തത്. പ്രതിയുമായി ബന്ധമുള്ള ലഹരി സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാനൂരിൽ നഗരമധ്യത്തിൽ വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു. പാനൂർ ചമ്പാട് റോഡിൽ വെസ്റ്റ് UP സ്കൂളിന് സമീപത്തെ VP കോംപ്ലക്സിനാണ് തീപിടിച്ചത്. പാനൂരിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഉടൻ തീയണച്ചതിനാൽ വൻ അപകടം ഒഴിവായി. പാനൂർ ചമ്പാട് റോഡിൽ വെസ്റ്റ് UP സ്കൂളിന് മുൻവശം VP കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായത്. ബിൽഡിംഗിലെ ഫ്ലൈമാപ്സ് ഹോളിഡേയ്സ് എന്ന സ്ഥാപനത്തിന് നാശനഷ്ടമുണ്ടായി. പിൻഭാഗത്ത് കൂട്ടിയിട്ട മാലിന്യം തീയിട്ടതിൽ നിന്ന് സ്ഥാപനത്തിൻ്റെ പിൻഭാഗത്തേക്ക് പടരുകയായിരുന്നു. ഷട്ടർ, ACP, AC തുടങ്ങിയവയ്ക്ക് തീപിടിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. പാനൂരിൽ നിന്നും അഗ്നിശമന സേന സ്റ്റേഷൻ ഓഫീസർ NK ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങളെത്തി ഉടൻ തീയണച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. സീനിയർ ഫയർ ഓഫീസർ TE ജിജേഷ്, TV പ്രജീഷ്, NC പ്രലേഷ്, AV ബിനീഷ്, CG മിഥുൻ, ഡ്രൈവർമാരായ K ബിജു, M വിനിൽ, B സുരേഷ് എന്നിവർ നേതൃത്വം നൽകി.
കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. കേരളം വികസനത്തിൽ പുതിയ തലത്തിലേക്ക് ഉയർന്നതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും പിന്നിലുള്ള ജനങ്ങളെ മുന്നിലെത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. വലതുപക്ഷം കുത്തകകളെ വളർത്തിയെടുക്കുകയാണ്. ദാരിദ്ര്യം അവസാനിപ്പിക്കലാണ് സർക്കാർ ലക്ഷ്യം. നവകേരളം സൃഷ്ടി ലക്ഷ്യമിട്ടാണ് സ്വീകരണങ്ങളിൽ ആളുകൾ എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുന്ന കാര്യം ഇന്ത്യ ഗവൺമെന്റ് മുമ്പ് കണ്ടതും ഇപ്പോൾ പറയുന്നതുമായ വികസന പരിപ്രേക്ഷ്യമല്ല. അവരുടെ വികസനം അവർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാനാണ് ശ്രമം. അതാണ് മുമ്പ് കോൺഗ്രസ് ചെയ്തത്. ടാറ്റയെയും ബിർളയെയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കുക. ഇപ്പോഴും ടാറ്റക്കും ബിർളക്കും അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് അദാനിയും അംബാനിയും അവരെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ മുതലാളിമാരാക്കുക. ഇതാണ് ശ്രമം. അപ്പോൾ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം നടക്കുകയാണ് ലോകത്ത്. ഈ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം നടത്തി മറുഭാഗത്ത് ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്ന ലോക മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് കേരളത്തിൽ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗം തന്നെ കേരളം, എന്നാൽ ബദൽ നിലപാട് വെച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ പിന്നിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരുൾപ്പെടെയുള്ള ജനസമുച്ചയത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാം, ഇതാണ് ബദൽ, ഇതാണ് ഇടതുപക്ഷം. അഡ്വക്കേറ്റ് MS നിഷാദ് അധ്യക്ഷനായി. KS സലീഗ, MC പവിത്രൻ, PP ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ജാഥ ലീഡർ MV ഗോവിന്ദൻ, മാനേജർ P സന്തോഷ് കുമാർ MB, അംഗങ്ങളായ KS സലീഗ, മാത്യു കുന്നപ്പള്ളി, PP ദിവാകരൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മനേത്ത് ചന്ദ്രൻ, U ബാബു ഗോപിനാഥ്, കാസിം ഇരിക്കൂർ എന്നിവരെ ഹാരാർപ്പണം നടത്തി. ശ്രീ മാത്യു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് AJ ജോസഫ്, NCP തലശ്ശേരി മണ്ഡല കമ്മിറ്റി, കേരള കോൺഗ്രസ് B മണ്ഡല, ചൊക്ലി ലോക്കൽ കമ്മിറ്റി, ചൊക്ലി സൗത്ത് ലോക്കൽ കമ്മിറ്റി, മേനപ്പുറം ലോക്കൽ കമ്മിറ്റി, പന്ന്യന്നൂർ ലോക്കൽ കമ്മിറ്റി, ചെമ്പാട് ലോക്കൽ കമ്മിറ്റി, കതിരൂർ ലോക്കൽ കമ്മിറ്റി, പൊന്നം ലോക്കൽ കമ്മിറ്റി, പന്ന്യന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി, ചൊക്ലി പഞ്ചായത്ത് കമ്മിറ്റി. MV ജയരാജൻ, KK രാഗേഷ്, കരൈ രാജൻ, CN ചന്ദ്രൻ, CP സന്തോഷ് കുമാർ, TV രാജേഷ്, CP ഷൈജൻ, A പ്രദീപൻ, CK രമേശൻ എന്നിവർ പങ്കെടുത്തു. രാജേന്ദ്രൻ തായാട്ട്, സവ്യ സാജി, നിഹാരിക S മോഹൻ, അനശ്വര പൊന്നമ്പത്ത് എന്നിവരെയും MV ഗോവിന്ദൻ മാസ്റ്റർ ആദരിച്ചു. മേഖലകളിൽ നിറസാന്നിധ്യം, വിവിധ മേഖലകളിലായി 100-ലധികം പുരസ്കാരങ്ങൾ, കർഷകരുടെ മാലാക എന്ന ഏകപാത്ര നാടകത്തിലൂടെ പ്രശസ്തയായി. സ്കൂൾ, സർവകലാശാല, കേരളോത്സവ വേദികൾ പ്രതിഭ തെളിയിച്ചു. രാഷ്ട്രപതിയുടെ ബാലശ്രീ ആദ്യ ചുവടുവെപ്പ്. നാടകരചന, അഭിനയം, സ്കൂൾ നാടക സംവിധാനം, ഗാനരചന, ഗാനാലാപനം എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പ്രതിഭ, കലോത്സവ വേദികളിലെ നൃത്ത പ്രതിഭ, ശ്രദ്ധേയ സാന്നിധ്യമായ നവചലച്ചിത്ര അഭിനേത്രി. വീനസ് കവലയിൽ നിന്ന് ഇരുചക്രവാഹനങ്ങൾ, മുത്തുകുട കെട്ടിയ ഓട്ടോകൾ എന്നിവ ജാഥയെ അനുഗമിച്ചു. മുകുന്ദ കവലയിൽ നിന്ന് ചെണ്ട, ബാൻഡ്, നാസിക് ഡോൾ, തെയ്യം, പൂക്കാവടി, പന്തം വീശൽ, കളരി, കൈകൊട്ടിക്കളി, നൃത്തവേഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ജാഥയെ വരവേറ്റു. പരാജയപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ ഈ കൂട്ടുകെട്ട് ആവർത്തിക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ
ചമ്പാട് മേഖലയിൽ കാക്കകൾ ചത്തൊടുങ്ങുന്നത് ആശങ്ക പരത്തുന്നു. 2 ദിവസത്തിനിടെ 6 കാക്കകളാണ് ചത്തത്. സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയ വെറ്റിനറി സംഘം ചത്ത കാക്കകളെ പരിശോധിക്കാനും കൊണ്ടുപോയി. മാലൂരിൽ കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആശങ്കയിലാണ് ചമ്പാട്ടുകാർ. ചെമ്പാട്ടെ 3-ാം വാർഡിലെ പുത്തൻപീടിക പറമ്പിലാണ് സംഭവം. 2 ദിവസത്തിനിടെ 6 കാക്കകളെയാണ് ഇവിടെ ചത്ത നിലയിൽ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികാരികളും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. മാലൂർ തൃക്കടാരിപ്പൊയിലിൽ കാക്ക ചത്തത് പക്ഷിപ്പനി കാരണമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് ചമ്പാട്ടുകാരും. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും ചത്തുവീണവയെയും അസുഖം ബാധിച്ചവയെയും അല്ലാത്തവയെയും നേരിട്ട് കൈകൊണ്ട് തൊടരുതെന്നും ചത്ത പക്ഷികളെ തുറന്ന സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കരുതെന്നും ചത്ത പക്ഷികളെ കത്തിക്കുകയോ ആഴത്തിൽ കുഴിച്ചുമൂടുകയോ ചെയ്യണമെന്നും വെറ്റിനറി ഡോക്ടർ ദിവ്യ പറഞ്ഞു. സംശയ സാഹചര്യങ്ങൾ കണ്ടാൽ സ്വയം ഇടപെടരുതെന്നും ഉടൻ ആരോഗ്യവകുപ്പ് അധികാരികളെ വിവരമറിയിക്കണമെന്നും വളർത്തുപക്ഷികളിൽ ഈ രോഗം ഇതേവരെ കണ്ടെത്തിയിട്ടില്ലെന്നും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞു. ചത്ത കാക്കകളെ കണ്ണൂർ റീജിയണൽ ഡിസീസ് ഡയഗ്നോസ്റ്റിക്സ് ലാബിലേക്ക് മാറ്റി. ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്കും ഒടുവിൽ ഭോപ്പാലിലെ നാഷണൽ ലാബിലേക്കും പരിശോധനയ്ക്ക് അയക്കും. പന്നിന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് നോയ, വൈസ് പ്രസിഡന്റ് കെ മണിലാൽ, വാർഡ് അംഗം കെ ലീല, പഞ്ചായത്ത് സെക്രട്ടറി VM ഷീജ എന്നിവരും സ്ഥലത്തെത്തി. പ്രദേശത്ത് ക്ലോറിനേഷനും ബ്ലീച്ചിങ്ങും സാനിറ്റൈസേഷനും ചെയ്യുന്നുണ്ടെന്ന് വാർഡംഗം കെ ലീല പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചിറ്റാരിപ്പറമ്പ് ഇടുമ്പയിലും കാക്കയെ ചത്തുവീണ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെയും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിച്ച് മാസങ്ങളോളം കാത്തിരുന്നെത്തിയവരെ ടെസ്റ്റ് നടത്താതെ തിരിച്ചയച്ചെന്നാരോപിച്ച് തലശ്ശേരി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെതിരെ വ്യാപക പ്രതിഷേധം. പ്രതിദിനം 80 പേർക്കാണ് ടെസ്റ്റ് നടത്താൻ അനുമതിയുള്ളതെന്നിരിക്കെ 96 പേർക്ക് സ്ലോട്ട് നൽകിയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് പറയുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിച്ച് മാസങ്ങളോളം കാത്തിരുന്നെത്തിയവരെ ടെസ്റ്റ് നടത്താതെ തിരിച്ചയച്ചെന്നാരോപിച്ചാണ് അപേക്ഷകർ പ്രതിഷേധിച്ചത്. പ്രതിദിനം 80 പേർക്കാണ് ടെസ്റ്റ് നടത്താൻ അനുമതിയെന്നിരിക്കെ 86 പേർക്ക് സ്ലോട്ട് നൽകിയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് പറയുന്നത്. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തിയ സ്ത്രീകളും വിദ്യാർത്ഥികളും ദൂരസ്ഥലങ്ങളിൽ നിന്ന് ജോലിക്ക് അവധിയെടുത്തെത്തിയവരും അടക്കമുള്ളവരാണ് അധികൃതരുടെ നിലപാടിൽ വലഞ്ഞത്. ഇന്ന് ഫെബ്രുവരി 5-ാം തീയതി നമുക്ക് ടെസ്റ്റിന് ഡേറ്റ് കിട്ടി. നമ്മൾ ഗ്രൗണ്ടിൽ വന്നപ്പോൾ അറിയുന്ന എമ്പാളെ കിട്ടുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് നമ്മളോട് പറയാം, എമ്പാളെ ഇനി നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് നടത്താൻ പറ്റൂല. ഇത് ഒന്നിക്കിൽ ഇന്നലെ പറയണോ, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന ആ സൈറ്റിൽ ഒരു മാറ്റം കൊണ്ടായിരുന്നു. അതായത് ഒന്നിക്കിൽ എമ്പാൾ മാത്രം. ഇതിപ്പോൾ എമ്മയിൽ കൂടുതൽ ആൾക്കാർ അവിടെ സ്ലോട്ടിൽ ബുക്ക് ചെയ്യാനും പറ്റും. എനിക്ക് ഇവിടെ വന്നപ്പോൾ അറിയാൻ നമുക്ക് പറ്റില്ല. ഇവിടെ ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുണ്ട്, വർക്കിന് പോകുന്ന ആൾക്കാരുണ്ട്, ഇത് ബസ് സമരവും കൂടിയാണ്. അതെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചിട്ട് നമ്മളിവിടെ വന്നിട്ട് ടെസ്റ്റിന് വന്നു. അപ്പോൾ ഇവരെ ഇങ്ങനെ നമ്മളിപ്പോൾ ജോയിൻ്റ് ആർട്ടിയോട് സംസാരിച്ചപ്പോൾ നിങ്ങളെപ്പോലത്തെ ചീപ്പ് ആൾക്കാരെ കണ്ടിട്ടില്ല, ഇവിടെ പരാതി പറയേണ്ട ആവശ്യമില്ല, കണ്ണൂർ ആർട്ടിയോയിൽ പോയിട്ട് പരാതി പറയാനാണ് പറയുന്നത്. ബസ് സമരം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഏറെ കഷ്ടപ്പെട്ടാണ് പലരും ഗ്രൗണ്ടിലെത്തിയത്. സംഭവത്തെക്കുറിച്ച് പരാതി നൽകാൻ ശ്രമിച്ച തങ്ങളോട് വളരെ മോശമായാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയതെന്ന് അപേക്ഷകർ പറഞ്ഞു. പരാതി എഴുതി നൽകാൻ ശ്രമിച്ചെങ്കിലും അത് വാങ്ങാൻ പോലും അധികൃതർ തയ്യാറായില്ല. വേണമെങ്കിൽ മുകളിൽ പരാതിപ്പെട്ടോളൂ എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇത് പരാതിയല്ലേ, അവരിത് പരാതി ജസ്റ്റ് ഒന്ന് വായിക്കുക പോലും ചെയ്തിട്ടില്ല. വായിച്ചിട്ടുണ്ടേ കുഴപ്പമില്ല, വായിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് ഇതാക്കി തരുന്നത്. ഞങ്ങളിത് സ്വീകരിക്കൂല, നിങ്ങളിത് കേന്ദ്രത്തിലോ വേറെ എവിടെയും കൊടുത്തോ എന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥൻ. ഞങ്ങൾ അവിടെയുള്ള സമയത്ത് അവർ പറയുന്നത് ഞങ്ങളെ മേലുദ്യോഗസ്ഥൻ. ഇതിങ്ങനെ മേലുദ്യോഗസ്ഥൻ എന്ന് പറയുന്നില്ലാതെ ഒരാൾ ഈ ലെറ്റർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഓക്കെ സ്വീകരിച്ചു എന്നറിയാം. ഞങ്ങളോട് പുറത്തു കൊടുക്കുന്നതാണ്. ഇങ്ങനത്തെ ചീപ്പ് കേസ് കയറ്റിയത് തന്നെ ഞാൻ ചെയ്ത് തെറ്റാണ്. 3-4 മാസം കാത്തിരുന്നാണ് പലർക്കും ടെസ്റ്റിന് തീയതി ലഭിക്കുന്നത്. തലശ്ശേരി പോലുള്ള വലിയൊരു ഏരിയയിൽ സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും ഇതിനായി അഡീഷണലായി MVIയെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ നിവേദനം നൽകിയിരുന്നതായി ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി TK ഷാജി പറഞ്ഞു. തലശ്ശേരി ഡ്രൈവിംഗ് ടെസ്റ്റിൽ കൃത്യമായിട്ട് സ്ലോട്ട് കിട്ടാത്ത പ്രശ്നം കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ MLA-ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അഡീഷണലായിട്ട് MVനെ പോസ്റ്റ് ചെയ്ത് 100 ടെസ്റ്റ് നടത്തുകയാണ്. ഇപ്പോൾ 80 ടെസ്റ്റ് മാത്രമേ 2 MVമാർക്ക് നടത്താൻ പറ്റും. അപ്പോൾ സംഗതിൻ്റെ ഒരു ഗൗരവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തലശ്ശേരി താലൂക്ക് വിഭജിച്ചിട്ട് ഇരിട്ടി താലൂക്ക് ഉണ്ടായിരുന്നു. ഇരിട്ടി താലൂക്കിലേക്ക് കുറേ വില്ലേജുകൾ പോയിട്ടും ഇപ്പോഴും തലശ്ശേരിയിൽ 35 വില്ലേജുകളും 810ഓളം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വലിയ താലൂക്കാണ്. ഇതിനകത്താണ് ഒരു ഡ്രൈവിംഗ് ഒരു RT ഓഫീസ് നിലനിൽക്കുന്നത്. ഇതിനകത്ത് ഒരു ദിവസം 80 കുട്ടികൾ മാത്രം ടെസ്റ്റ് നടത്തിയാൽ കുട്ടികളുടെ എണ്ണം നമുക്കത് പരിഹരിച്ച് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അഡീഷണലായിട്ട് ഒരു MBA കൂടി ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും.
പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ രാവിലെ വന്നിട്ട് ഇപ്പോൾ 80 കുട്ടികളായിട്ട് നിജപ്പെടുത്തിയതിന് സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് 80 ആകണം. ഇല്ലാണ്ട് 95 കുട്ടികൾക്ക് സ്ലോട്ട് കൊടുക്കുക. ഇവിടെ രാവിലെ വന്നപ്പോൾ 80 കുട്ടിയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ നിലപാടല്ല. അപ്പോൾ അത് മുൻകൂട്ടി തന്നെ ബന്ധപ്പെട്ട അധികാരികൾ 80ലേക്ക് സ്ലോട്ട് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞെങ്കിൽ അതിന് മുന്നേ തന്നെ ഇത്ര ആളുകൾ മാത്രമേ എടുക്കുമെന്ന് വിവരം ഈ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇത്ര നമ്പർ വരെ എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ വരില്ല. ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ബസ് സമരത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് ഓട്ടോറിക്ഷയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ളതാണ് സർക്കാർ ഏത് നിലയിലായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിനുള്ള പരിഹാരം കാണണമെന്നുള്ളത് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനിലെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ടെസ്റ്റ് അനുവദിക്കേണ്ടത് സർക്കാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുമാണ്. ടെസ്റ്റിൻ്റെ സ്ലോട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട പണിയും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അത് ആ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് സ്ലോട്ട് പുതുതായി ക്രിയേറ്റ് ചെയ്യുകയും ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് അത് ടെസ്റ്റ് നടത്തുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട ആളുകൾ സ്വീകരിക്കണമെന്നതാണ്. വരും ദിവസങ്ങളിലും സമാനമായ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ലൈസൻസിനായി എത്തിയവരുടെ ആവശ്യം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കുത്തകകൾക്കെതിരെ പടപൊരുതി സാധാരണക്കാരന്റെ ആശയും ആശ്രയവുമായ പ്രസ്ഥാനം COA. കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിലെ ചെറുകിട കേബിൾ ഇന്റർനെറ്റ് മേഖലയെ ചേർത്ത് പിടിച്ച് ലോകത്തിന് തന്നെ മാതൃകയായ സംഘടിത ശക്തിയാണ് COA അഥവാ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ശക്തരായ കുത്തകകളോട് പടപൊരുതി കേരളത്തിന്റെ തനത് ബ്രാൻഡായി മാറിയ കേരള വിഷൻ സമാനതകളില്ലാത്ത സംരംഭമാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം സേവനം നടത്തിവരുന്ന കേരള വിഷൻ ഇന്ത്യയിലെ എണ്ണപ്പെട്ട 5 കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടത് മലയാളികൾ നൽകിയ അകമഴിഞ്ഞ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. COAയുടെ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് പാറാൽ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫെബ്രുവരി 13, 14 തീയതികളിൽ നടക്കുന്നു. 13-ന് തൊക്കിലങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയെ തുടർന്ന് റൂറൽ ബാങ്ക് അങ്കണത്തിൽ KO പ്രശാന്ത് നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. MLA-മാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസന് പ്രണാമം അർപ്പിച്ച് അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഗാനപ്രണാമം ഗാനമേള അരങ്ങേറും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ.
Welcome to Mud and Clay Preschool, Pandakal, Mahi. Usha ma'am, the founder and principal of Ideal School, with an experience of more than 40 years, is all set to welcome the little ones into the world of knowledge where little dreams take shape and young minds shine bright. The school is child-centric and activity-based and designed to foster creativity, curiosity and confidence. The center offers tailored program for early childhood development, which includes playgroup, nursery, kindergarten and daycare. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. കണ്ണൂരിൽ 1 കിലോ 200 ഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശി അറസ്റ്റിൽ. കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിശോധനയിലാണ് ബീഹാർ സ്വദേശിയായ മൊജാഫർ അൻസാരി പിടിയിലായത്. നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ഇടപാടുകാർക്ക് കൈമാറുമ്പോഴാണ് പ്രതി പിടിയിലായത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ S. സിയാദിന്റെ നേതൃത്വത്തിൽ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ ബസ് സ്റ്റാൻഡ്, പാറക്കണ്ടി എന്നീ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 1 കിലോ 200 ഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശി മൊജാഫർ അൻസാരി പിടിയിലായത്. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗമായ PV ഗണേഷ് ബാബുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. നാട്ടിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് കണ്ണൂർ ജില്ലയിൽ ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ അബ്ദുൽ നാസർ RP, PK അനിൽകുമാർ, K. ഷാജിദ്, C. അജിത്, പ്രിവന്റീവ് ഓഫീസർ K. ഉമേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ ഗണേഷ് ബാബു PV, ശ്യാംരാജ് MV, ബഷീർ ഫസൽ, VK സായൂജ്, സനൽകുമാർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ VK ഷൈന എന്നിവരും എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയെ JFCMI കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി. തുടർ നടപടികൾ വടകര NDPS കോടതിയിൽ നടക്കും. പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ 21ാം വാർഷികാഘോഷമായ ഫെസ്റ്റീവ് 2026 ഫെബ്രുവരി 7 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പള്ളൂർ VN പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഫെസ്റ്റീവിന്റെ ഉദ്ഘാടനം പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ 21ാം വാർഷികാഘോഷമായ ഫെസ്റ്റീവ് 2026 ഫെബ്രുവരി 7 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പള്ളൂർ VN പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഫെസ്റ്റീവിന്റെ ഉദ്ഘാടനം പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ് നിർവഹിക്കും.
രമേശ് പറമ്പത്ത് MLA മുഖ്യപ്രഭാഷണം നടത്തും. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D. മോഹൻകുമാർ വിശിഷ്ടാതിഥിയാകും. കലൈമാമണി, ചാലക്കര പുരുഷു, സിനിമ, സീരിയൽ താരങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 21ാം വാർഷികത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ E. വത്സരാജാണ്. ആ ചടങ്ങിൽ ബഹുമാന്യനായ മാഹി MLA മുഖ്യഭാഷണം നടത്തുകയും മാഹി അഡ്മിനിസ്ട്രേറ്റർ ശ്രീ D. മോഹൻകുമാർ വിശിഷ്ടാതിഥിയായിരിക്കും. നമുക്കറിയാം, അസൻ രാജിയുടെ മകനായ ഇഷാം ഹസൻ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയദർശിനി യുവകേന്ദ്ര എക്കാലവും വാർഷികാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് മയ്യഴി മേഖലയിലെ ഏറ്റവും നല്ല അധ്യാപക അവാർഡ് ജേതാവിനെ ആദരിക്കാറുണ്ട്. ഈ പ്രാവശ്യം സ്നേഹപ്രഭ ടീച്ചർക്കാണ് അത് ലഭിച്ചിട്ടുള്ളത്. അത് ആ വേദിയിൽ വെച്ച് ടീച്ചറെയും ആദരിക്കുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തകൻ ഹിഷാം ഹസൻ, അധ്യാപക അവാർഡ് ജേതാവ് KK സ്നേഹ, പ്രഭ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. മയ്യഴിമേളം സ്കൂൾ കലോത്സവത്തിൽ കലാതിലകം കലാപ്രതിഭാ പുരസ്കാര ജേതാക്കൾക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്യും. ബിഗ് ബോസ് വിന്നർ അനുമോൾ, പ്രശസ്ത സിനിമ, സീരിയൽ താരങ്ങളായ ഡയാന ഹമീദ്, ആതിര മാധവർ എന്നിവർ ചേർന്നൊരുക്കുന്ന ഡാൻസ് പെർഫോമൻസും റോക്ക് സ്റ്റാർ കൗശിക്, ചലച്ചിത്ര പിന്നണി ഗായകനും സരിഗമപ വിന്നറുമായ ലിബിൻ സക്രിയ എന്നിവർ ഒരുക്കുന്ന ലൈവ് മ്യൂസിക്കൽ നൈറ്റും, വയലിൻ മാന്ത്രികൻ ഗോകുൽ കൃഷ്ണ ഒരുക്കുന്ന വയലിൻ, ചെണ്ട ഫ്യൂഷൻ, സ്ട്രേഞ്ചേഴ്സ് ഡാൻസ് ക്രൂ ഒരുക്കുന്ന ഡാൻസ് നൈറ്റ്, പ്രിയദർശിനി യുവകേന്ദ്രയുടെ യുവ കലാകാരന്മാർ ഒരുക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സത്യൻ കേളോത്ത്, സംഘാടകരായ ഉത്തമൻ തിട്ടയിൽ, KV ഹരീന്ദ്രൻ, രാജൻ K. പള്ളൂർ, T. സതേഷ്, ശിവൻ തിരുവങ്ങാടൻ, അലി അക്ബർ ഹാഷിം, PK ശ്രീധരൻ മാസ്റ്റർ, KV സന്ദീപ് എന്നിവർ പങ്കെടുത്തു. മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 7 വൈകിട്ട് 4:30 മലയാള കലാഗ്രാമത്തിൽ പഞ്ചദിന ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ 37 ചിത്രകാരന്മാർ വിവിധ മീഡിയകളിൽ ഒരുക്കിയ 60ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടാവുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 7 വൈകിട്ട് 4:30 മലയാള കലാഗ്രാമത്തിൽ പഞ്ചദിന ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ 37 ചിത്രകാരന്മാർ വിവിധ മീഡിയകളിൽ ഒരുക്കിയ 60ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ടാവുമെന്ന് സംഘാടകർ അറിയിച്ചു. മലയാള കലാഗ്രാമത്തിൽ ഫെബ്രുവരി 7 വൈകുന്നേരം 4:30 ബഹുമാനപ്പെട്ട രമേശ് പറമ്പത്ത് MLA പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയാണ്. 30 വർഷക്കാലത്തോളമായി മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറം ചിത്രകലാ രംഗത്തും ഫോട്ടോഗ്രാഫി രംഗത്തും ഇത്തരം പ്രദർശനങ്ങളും ക്യാമ്പുകളും നടത്തി വരികയാണ്. 2026 നമ്മൾ തുടങ്ങുന്ന പ്രദർശനത്തിൽ വളരെയേറെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. മുതിർന്ന ചിത്രകാരന്മാരും യുവ ചിത്രകാരന്മാരും അതോടൊപ്പം വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട് ഈ പ്രദർശനത്തിൽ. ഏകദേശം 37ഓളം ചിത്രകാരന്മാരാണ് ഈ പ്രദർശനത്തിൽ പങ്കുചേരുന്നത്. മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ A. വത്സലൻ അധ്യക്ഷനാവും. സെൽവൻ മേലൂർ, സജിത് നാരായണൻ, ചാലക്കര പുരുഷു, അസീസ് മാഹി, സുരേഖ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സെൽവൻ മേലൂർ, പ്രശാന്ത് ഒളവിലം, PK സുജൻ, ഫർദാന ഫാത്തിമ തബ്രീസ്, അഫ്രൂസ് ഷഹാന എന്നിവർ പങ്കെടുത്തു. ബഹ്റൈൻ KMCC കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും CH സെന്റർ, സ്റ്റിംസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾക്കും വീൽചെയർ വിതരണം നടത്തി. പാനൂർ ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ KMCC കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും CH സെന്റർ, സ്റ്റിംസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾക്കും വീൽചെയർ വിതരണം നടത്തി. പാനൂർ ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ദുബായിലും അതുപോലെ മറ്റ് എമിറേറ്റ്സുകളിലുമെല്ലാം
വല്ലാത്ത പ്രയാസം അനുഭവിച്ച സമയം നമുക്കിവിടെ നാട്ടിൽ തന്നെ അറിയാം. ആളുകൾക്ക് പുറത്തിറങ്ങി നടന്നുകൂടാ, അവശ്യ സാധനങ്ങൾ വരെ ലഭിക്കാത്ത സാഹചര്യം. അതിനെല്ലാം ഉപരി വിദേശത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മാനസികമായി വല്ലാത്ത സംഘർഷത്തിനുള്ള നാളുകളായിരുന്നു. എന്നാൽ അവിടെ കോവിഡ് വന്ന ആളുകളെയൊക്കെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും മാറ്റി പാർപ്പിക്കുമ്പോൾ അവരുടെ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ രണ്ട് തരത്തിലുള്ള ആശങ്കയിലായിരുന്നു. ഒന്ന്, അവരവിടെ ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒരു ചിത്രവും ഇവിടെ ലഭിക്കുന്നില്ല. മറിച്ച് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊരു ധാരണയും. ആ ഒരു പ്രതിസന്ധിയുടെ നാളുകളിൽ ഏറ്റവും സജീവമായി അവിടെ ക്യാമ്പുകൾ ആരംഭിച്ച് ആ ക്യാമ്പുകളിൽ കോവിഡ് ബാധിച്ചിട്ടുള്ള ആളുകളെ സുരക്ഷിതമായി പാർപ്പിച്ച് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക വഴി ഈ KMCCകൾ ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ മിനിഞ്ഞാന്ന് ഈ ഹാളിൽ വെച്ച് 10 ലക്ഷം രൂപ ഏറ്റുവാങ്ങുമ്പോൾ ദിനേശന്റെ കുടുംബം അവർ കണ്ണീർ പൊഴിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ അവിടെ ജോലി ആവശ്യാർത്ഥം പോയപ്പോൾ പലരും KMCC ബന്ധപ്പെടുത്തു എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ബഹ്റൈൻ KMCC മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ പാനൂർ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ നൌഷദ് ടീച്ചർ കൂടത്തിൽ, പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് വളണ്ടിയർമാരും നഗരസഭാ കൌൺസിലർമാരുമായ ഷമീന സുബൈറിനും ആബിദ മാണിക്കോത്തിനും വീൽ ചെയർ കൈമാറി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ, വി നാസർ മാസ്റ്റർ, നൌഷാദ് അണിയാരം, ബെങ്കിൽ ഹനീഫ, ഉമൈസ തിരുവമ്പാടി, മാണിക്കോത്ത് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. 20ഓളം വീൽ ചെയറുകളാണ് വിതരണം ചെയ്തത്. പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിൽ നിന്ന് കലാകായിക സാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരം പരിപാടി സംഘടിപ്പിച്ചു. വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിൽ നിന്ന് കലാകായിക സാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരം പരിപാടി സംഘടിപ്പിച്ചു. വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാതിരിയാട് ഹൈസ്കൂളിൽ നമ്മുടെ പ്രദേശത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെയും അതുപോലുള്ള അധ്യാപകരെയും വ്യത്യസ്തങ്ങളായ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കരൻ വിശിഷ്ടാതിഥിയായി. വാർഡംഗം കെ മോഹനൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ കെ വിനീതൻ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കെ പ്രദീപൻ, PTA പ്രസിഡന്റ് പി മോഹനൻ, കെ ശ്രീധരൻ മാസ്റ്റർ, എം പ്രമോദ് മാസ്റ്റർ, ഹോക്കി താരം നിയാസ്, വി സുബൈർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ദേശീയ ഹോക്കി താരങ്ങൾക്കുള്ള EK രാജേഷ് സ്മാരക എൻഡോമെന്റ് ചടങ്ങിൽ ഇ പ്രവിത്, പി ശ്യാം, കെ ശ്രീജിൽ എന്നിവർ സമ്മാനിച്ചു. മരം മുറിക്കുന്ന യന്ത്രത്തിൽ കുടുങ്ങി വലതുകൈയുടെ 4 വിരലുകൾ അറ്റുപോയ ജാർഖണ്ഡ് സ്വദേശിയായ അതിഥി തൊഴിലാളിയുടെ വിരലുകൾ കണ്ണൂർ ആശ്രം മിംസിൽ തുന്നിച്ചേർത്തു. 21 വയസ്സുകാരനായ രൂപേഷ് കുമാറിനാണ് ജോലിസ്ഥലത്ത് വെച്ച് അപകടം സംഭവിച്ചത്. മരം മുറിക്കുന്ന യന്ത്രത്തിൽ കുടുങ്ങി വലതുകൈയുടെ 4 വിരലുകൾ അറ്റുപോയ ജാർഖണ്ഡ് സ്വദേശിയായ അതിഥി തൊഴിലാളിയുടെ വിരലുകൾ കണ്ണൂർ ആശ്രം മിംസിൽ തുന്നിച്ചേർത്തു. 21 വയസ്സുകാരനായ രൂപേഷ് കുമാറിനാണ് ജോലിസ്ഥലത്ത് വെച്ച് അപകടം നടന്നത്. ജനുവരി 10 ഉച്ചയ്ക്ക് 1:40 അപകടം സംഭവിച്ചത്. തുടർന്ന് ഇദ്ദേഹത്തെ സമീപത്തുള്ള മറ്റൊരു ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് രാത്രി 8 മണിയോടെ ആസ്റ്റർ മിംസിൽ എത്തിക്കുകയും ചെയ്തു. അപകടം സംഭവിച്ച് ഏകദേശം 6 മണിക്കൂറോളം കഴിഞ്ഞാണ് പരിക്ക് പറ്റിയ വ്യക്തി ആസ്റ്റർ മിംസിൽ എത്തിച്ചേർന്നത്. തുടർന്ന് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര, ഡോക്ടർ നിപുൺ, ഡോക്ടർ നിബു കുട്ടപ്പൻ, ഡോക്ടർ അർജുൻ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെയും പ്ലാസ്റ്റിക് സർജറി ടീമിന്റെയും നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. അതീവ സങ്കീർണമായ മൈക്രോവാസ്കുലർ ശസ്ത്രക്രിയാ രീതിയിലൂടെയാണ് രൂപേഷ് കുമാറിന്റെ കൈവിരലുകൾ തുന്നിച്ചേർത്തത്. ഓരോ വിരലുകളുടെയും അറ്റുപോയ ഭാഗത്തെ അതിസൂക്ഷ്മമായ ഞരമ്പുകളും ധമനികളും രക്തക്കുഴലുകളും ടെണ്ടണുകളും ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചാണ് ശസ്ത്രക്രിയ നിർവഹിച്ചത്. ഇത് വിരലുകളുടെ ചലനശേഷി തിരികെ നൽകാൻ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ മധുചന്ദ്ര പറഞ്ഞു. 21 വയസ്സുള്ള ഒരു ജാർഖണ്ഡ് സ്വദേശി വുഡ് കട്ടർ മെഷീനിൽ വർക്ക് ചെയ്യുമ്പോൾ 4 വിരലും ഫുള്ളായിട്ട് ആംപുട്ടേറ്റ് ആയി. ഇത് 2 മണിക്ക് സംഭവിച്ചതാണെന്ന്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു
രാത്രി 8 മണിക്കാണ് വന്നത് ഇവിടെ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷനിൽ എടുത്ത ശേഷം പിന്നെ നമുക്ക് കണ്ടത് എല്ലാം നല്ല ക്രഷ് ആയിട്ടുണ്ട്. എല്ലാ വിരലും ഫുള്ളായിട്ട് ക്രഷ് ആയിട്ടുണ്ട്. ബോണെല്ലാം കുറച്ച് ലോസ് ആയിട്ടുണ്ട്. സോ എല്ലാ വിരലും ഓരോ വിരലും നമുക്ക് മൈക്രോസ്കോപ്പിൽ കണ്ടിട്ട് എല്ലാ വിരലിൻ്റെ രക്തക്കുഴായി, പിന്നെ ടെൻഡോൺസ്, പിന്നെ നെർവ്സ്, പിന്നെ ബോൺ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് എല്ലാം ചെയ്തു. പിന്നെ അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ICUയിൽ ഒബ്സർവേഷൻ ചെയ്തു, എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ വിരലെല്ലാം ഓക്കെയാണ്. ഇത്തരം അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് പ്ലാസ്റ്റിക് സർജറി സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നത് പ്രധാനമാണ്. അറ്റുപോയ ശരീരഭാഗം വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞ് പോളിത്തീൻ കവറിൽ അടച്ച് മുകളിലും താഴെയുമായി ഐസിൽ പൊതിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിക്കേണ്ടത്. സമയം വൈകുന്തോറും ആ ഭാഗത്തെ കോശങ്ങൾ നശിക്കുകയും ശസ്ത്രക്രിയ സങ്കീർണമായി തീരുകയും ചെയ്യുമെന്നും ഡോക്ടർ നിപുൻ പറഞ്ഞു. ഇങ്ങനെ ഒരു കൈ അപകടം പറ്റിക്കഴിഞ്ഞാൽ, കൈ അറ്റുപോയി കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്ത് നല്ലൊരു ടൈറ്റ് ഡ്രസ്സിങ് കൊടുക്കുക, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. അറ്റുപോയ ഭാഗം നല്ലൊരു തുണിയിൽ, വൃത്തിയുള്ളൊരു തുണിയിൽ കവർ ചെയ്തിട്ട് അതൊരു പോളിത്തീൻ ബാഗിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലും താഴെയും ഐസ് വെക്കുക. ഏറ്റവും അടുത്തുള്ള കോട്ടനറി സെൻറ്ററിൽ, അതായത് ടെർഷറി കെയർ പ്ലാസ്റ്റിക് സർജറി യൂണിറ്റുള്ള ഒരു സെൻറ്ററിലേക്ക് എത്തിച്ചേരാം. മോന്താൽ ശ്രീ നാരായണ മഠം 42ാം വാർഷികാഘോഷം ആരംഭിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കരിങ്കൽ പാകിയ തിരുമുറ്റം ഉദ്ഘാടനം നടന്നു. ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മോന്താൽ ശ്രീനാരായണ മഠം 42ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. കരിങ്കൽ പാകിയ തിരുമുറ്റോദ്ഘാടനം ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ നിർവഹിച്ചു. ഏത് തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും, അത് ഭൗതികമാകാം, സാമൂഹികമാകാം, സാംസ്കാരികമാകാം, ഏത് തരത്തിലുള്ള പ്രയാസങ്ങളെയും കരകയറ്റുന്ന വിധം എന്നാണ് ക്ഷേത്രത്തിന് പുരാണങ്ങളിൽ കൊടുത്തിട്ടുള്ള നിർവചനം. അത് എല്ലാ ക്ഷേത്രങ്ങളും അത് നിറവേറ്റിക്കൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യുകയാണ്. ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കണ്ടേക്കാം. മഠങ്ങളെ സംബന്ധിച്ചിടത്തോളം മഠവും ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രങ്ങൾ തന്നെയാണ്. ആ ഒരു കർമ്മ കാണ്ഡത്തിൽ തന്നെയാണ് ഭാരതത്തില് ക്ഷേത്രങ്ങളും മഠങ്ങളും അതിന്റെ പ്രവൃത്തി പദത്തിൽ മുന്നേറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മോന്താൽ ശ്രീനാരായണ മഠത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ മതമൈത്രിയുടെ ഒരു യഥാർത്ഥ സ്ഥലമായിട്ട് തന്നെ നമ്മളൊക്കെ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു പ്രദേശമാണിത്. ആ ഒരു പ്രദേശത്തിൽ ആ ഒരു മതമൈത്രിക്ക് മുന്നിൽ നിന്ന് ഈ നാടിനെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മഠം തന്നെയാണ്. മഠം പ്രസിഡന്റ് CK രാഘവൻ അധ്യക്ഷനായി. പാനൂർ നഗരസഭ വൈസ് ചെയർമാൻ TM ബാബുരാജ്, വാർഡംഗം ആരതി ടീച്ചർ, KM ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മഠം സെക്രട്ടറി M സുനിൽകുമാർ സ്വാഗതവും കൺവീനർ P രാജീവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശ്രീനാരായണ സേവാസമിതി പ്രസിഡന്റ് CK രാഘവൻ പതാക ഉയർത്തി. സമൂഹ സദ്യ, ഘോഷയാത്ര, ദീപാരാധന, ഗുരുപൂജ എന്നിവയും നടന്നു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര.
കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ചെസ് ബോർഡിൽ വിസ്മയം തീർത്ത് ഒരു കുടുംബം. അഞ്ചരക്കണ്ടി കുന്നിരിക്കയിലെ ശ്രീപദത്തിൽ രാജനീഷും മക്കളായ ആദേശും ആരാധ്യവുമാണ് ചെസ് ലോകത്ത് അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കുടുംബത്തിലെ 3 പേരും ഇപ്പോൾ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ അംഗീകാരമുള്ള റേറ്റഡ് താരങ്ങളാണ്. അച്ഛനും മക്കളും ചെസ്സിൽ റേറ്റഡ് കളിക്കാർ. അഞ്ചരക്കണ്ടി കുന്നിരിക്കയിലെ ശ്രീപദത്തിലെ രാജനീഷ് മക്കൾ ആദേശും ആരാധ്യയുമാണ് ചെസ്സിലെ താരങ്ങളായിരിക്കുന്നത്. ആദേശിനും രാജനീഷിനും 2025 ഫിഡ് റേറ്റിംഗ് കിട്ടിയിരുന്നു. എന്നാൽ ആരാധ്യയ്ക്ക് ഈ മാസമാണ് റേറ്റിംഗ് ലഭിച്ചത്. അങ്ങനെ അച്ഛനും 2 മക്കളും ഇപ്പോൾ റേറ്റഡ് പ്ലേയേഴ്സ് ആണ്. കൊളശ്ശേരിയിൽ നടന്ന കരയത്തിൽ നാരായണൻ മെമ്മോറിയൽ ചെസ് മത്സരത്തിൽ 3 പേരും ക്യാഷ് പ്രൈസ് നേടിയിരുന്നു. ആരാധ്യ 3 തവണ സംസ്ഥാന തലത്തിൽ അണ്ടർ 7, 6 കാറ്റഗറിയിൽ ചാമ്പ്യനും ദേശീയ തലത്തിൽ അണ്ടർ 7-ൽ 4ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ആദേശും ദേശീയ തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാഹി ആവില LP സ്കൂൾ 45ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മാഹി മുനിസിപ്പൽ കമ്മീഷണർ KP ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. മാഹി മുനിസിപ്പൽ കമ്മീഷണർ KP ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. നാൽപ്പത്തഞ്ച് വർഷത്തോളമായി മാഹിയിൽ ഒരുപക്ഷെ ആദ്യത്തെ പ്രൈവറ്റ് സ്കൂൾ ഉജ്ജ്വലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആവിലയിലേക്ക് സ്വാഗതം ചെയ്ത ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഫസ്റ്റ് പ്രോഗ്രാം കണ്ടു. വളരെ മനോഹരമായൊരു പ്രോഗ്രാമായിരുന്നു. സിസ്റ്റർ പറഞ്ഞതുപോലെ കുട്ടികൾ കുറേ ദിവസത്തെ കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു റിസൾട്ട് ഇവിടെ കാണാനുണ്ട്. കുട്ടികൾ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി മേക്കപ്പും മറ്റുമൊക്കെ ചെയ്ത് അതിനുവേണ്ടി അവരുടെ ടീച്ചേഴ്സും തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് പ്രസംഗം എന്നത് നിങ്ങൾ ഒരുപക്ഷെ ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകളും. സ്കൂൾ മാനേജർ വിജയ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മാഹി ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട് മുഖ്യാതിഥിയായി. ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ MM തനൂജ മുഖ്യപ്രഭാഷണം നടത്തി. സബ് ജഡ്ജ് SA വെങ്കടലക്ഷ്മി വിശിഷ്ടാതിഥിയായി. കാർട്ടൂണിസ്റ്റ് M അജയകുമാർ, PTA പ്രസിഡന്റ് അരുൺ S അലക്സ്, സിസ്റ്റർ ശ്രീനി ഡേവിഡ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് പ്രതിനിധി സോഫിയ ബെനഡിക്റ്റ് സ്വാഗതവും സ്കൂൾ ലീഡർ VS ഋതുപർണ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.
തലശ്ശേരി ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ദന്തവിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. തലശ്ശേരി ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ദന്തവിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രജിത, ഹൗസ് സർജൻ ഡോക്ടർ അക്ഷയ, ഡെന്റൽ ഹൈജീനിക്സ് വിവേക് ഗംഗാധർ എന്നിവർ നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ രാജീവൻ, പ്രധാനാധ്യാപിക നിഷ, അനിൽകുമാർ മാസ്റ്റർ, ദിവ്യ ടീച്ചർ, റഷീദ് മാസ്റ്റർ, മീനു ടീച്ചർ എന്നിവരും സോഷ്യൽ സർവീസ് വളണ്ടിയർമാരും പങ്കെടുത്തു. തലശ്ശേരി AEO ഇ സുജാത ക്യാമ്പ് സന്ദർശിച്ചു. മഡ് ആൻഡ് ക്ലേ പ്രീ ഇന്റർനാഷണൽ സ്കൂൾ പന്തക്കൽ ഐഡിയൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്കൂളിന്റെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിച്ചു. മഡ് ആൻഡ് ക്ലേ പ്രീ ഇന്റർനാഷണൽ സ്കൂളിന്റെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിച്ചു. Of the lamp, a symbol of radiance. പാടിയ ആ കുട്ടി പറഞ്ഞു, ഇന്നലെ സന്തോഷം പോലെ ഇന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ ഉദ്ഘാടകന് യാതൊരു വാക്ക് കിട്ടി ഒരു സ്കൂളിൽ നിന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് അല്ലേ. അധികം സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം വെച്ചാൽ ഇതെല്ലാം യു ക്യാൻ ടേക്ക് എ ഹോഴ്സ് ടു വാട്ടർ, ഹോഴ്സ് കുതിര, ബട്ട് യു കനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക് എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. നമുക്ക് കുതിരയെ നദിയുടെ കരയിലേക്ക് കൊണ്ടുപോകാം, പക്ഷേ വെള്ളം കുടിക്കണമെങ്കിൽ കുതിര തീരുമാനിക്കണം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ചെയ്തത് നമ്മളെല്ലാം ആ നദീതീരത്തേക്ക്, അറിവിൻ്റെ നദീതീരത്തേക്ക് അദ്ദേഹം കൊണ്ടുപോയി. ഇനി നമ്മുടെ ജോലിയാണ് അത് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, കുടിപ്പിക്കുക, ഒരു തലമുറയെ വാർക്കുക. അത് നിസ്സാര കാര്യമല്ല. ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് മാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ നമ്മളെയൊക്കെ തീർച്ചയായിട്ടും നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നതെല്ലാം പുതിയ തലമുറകളുണ്ട്. നമ്മൾ ജനിക്കും മരിക്കും, പക്ഷേ ഞാൻ വീണ്ടും മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ജനനം വീണ്ടും തിരിച്ചു കൊണ്ടുപോകാനായിട്ടൊരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെറുപ്പമാകുമെന്ന് പറയും. അപ്പോൾ അറിവ് എപ്പോഴും കൊടുത്തോണ്ടിരിക്കും. ഞാൻ അധികമൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ട് 4 വരി പാടാൻ, ഒരു ദേവി പാട്ട് തന്നെ 4 വരി പാടിയത് നമുക്കൊന്നും അറിയില്ല. രമേശ് നായർ എഴുതിയത് ഒരു ഉദ്ഘാടക നിലയ്ക്ക് പാടുന്നതിന് കുഴപ്പമില്ല. മന്ത്രവും യന്ത്രവും അറിയാത്ത മനസ്സിൻ്റെ മൗനത്തിൽ വിരിയുന്ന മായേ. മന്ത്രവും യന്ത്രവും അറിയാത്ത മനസ്സിൻ്റെ മൗനത്തിൽ വിരിയുന്ന മായേ. ഭഗവതി മുദ്രകളറിയില്ല, നമസ്കാരമറിയില്ല, മുന്നിൽ നിന്നൊരു ഗാനറിയാം, നീ എൻ്റെ അമ്മയാണെന്നതും
അറിയാം മന്ത്രവും യന്ത്രവും അറിയാത്ത മനസ്സിൻ്റെ മൗനത്തിൽ വിരിയുന്ന മായി. ആദ്യത്തെ ഗുരുവും ആദ്യത്തെ ദൈവവും അമ്മയാണ്. അമ്മയിൽ നിന്നാണ് ആദ്യത്തെ അക്ഷരം നമ്മൾ പഠിക്കുന്നത്. നമ്മളെല്ലാവരും പറയും ആദ്യാക്ഷരം കുറിക്കുന്ന നാക്കിലാണ്. അല്ല. സ്കൂളിന്റെ പ്രഖ്യാപനം മഡ് ആൻഡ് ക്ലേ സൗത്ത് ഇന്ത്യൻ ഹെഡ് കൃഷ്ണരാജ് നിർവഹിച്ചു. ഐഡിയൽ സ്കൂൾ മുൻ PTA പ്രസിഡന്റ് റീജേഷ് രാജ് അധ്യക്ഷനായി. മഡ് ആൻഡ് ക്ലേ പ്രീ ഇന്റർനാഷണൽ സ്കൂൾ ഫൗണ്ടറും ഡയറക്ടറുമായ വൈഭവ് അഗർവാൾ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ G. ഉഷ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ വിജില മനോജ് സ്വാഗതവും സെന്റർ ഹെഡ് സവ്യ ധനീഷ് നന്ദിയും പറഞ്ഞു. ഐഡിയൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി PK ദേവന പ്രാർത്ഥന നടത്തി. ഫസ്റ്റ് കിറ്റ് ഡയറക്ടർ വൈഭവ് അഗർവാൾ കുട്ടികൾക്ക് നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ കളറിംഗ് മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വി കുഞ്ഞികൃഷ്ണന്റേത് പ്രാദേശിക വിഷയം മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അതൊരു പ്രാദേശിക വിഷയമാണ്, അവിടെ പരിഹരിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സീമയുടെ മരണത്തിന് പിന്നാലെ ആൺ സുഹൃത്ത് വിജയനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്കിൽ വലഞ്ഞ് ജനം. സമരം നടത്തിയത് തോട്ടട നടാൽ OK UP സ്കൂൾ മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അടിപ്പാത ആവശ്യവുമായി. തലശ്ശേരിയെ ലഹരിക്കെണിയിലാഴ്ത്താനുള്ള നീക്കം പൊളിച്ച് എക്സൈസ് സംഘം. ഹാഷിഷ് ഓയിൽ, മെത്താഫിറ്റമിൻ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി യുവാവിനെ പിടികൂടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.